അവർ ഖദിരമരം കൊണ്ട് എനിക്കൊരു പേടകം പണിയണം. അതിന് 2.5 മുഴം നീളവും 2.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അതിൻ്റെ അകവും പുറവും തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും തങ്കം കൊണ്ട് വാർത്തുണ്ടാക്കിയ ഒരു അരികി പാളി പിടിപ്പിക്കണം. അതിൻ്റെ 4 കാലിലുമായി 4 തങ്കവളയം വാർത്തുണ്ടാക്കി 2 വളയം ഒരു വശത്തും 2 വളയം മറ്റേ വശത്തുമായി പിടിപ്പിക്കണം. അതിനുശേഷം ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ തങ്കം കൊണ്ട് പൊതിയണം. പേടകം ചുമക്കേണ്ടതിന് ആ തണ്ടുകൾ അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിൽ കടത്തിവെക്കണം. തണ്ടുകൾ പേടകത്തിൻ്റെ വളയത്തിൽ തന്നെ ഇരിക്കണം. അവ നീക്കം ചെയ്യരുത്. ഞാൻ നിനക്ക് തരാനിരിക്കുന്ന ഉടമ്പടിയുടെ പലക പേടകത്തിൽ വയ്ക്കണം. തങ്കം കൊണ്ട് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയുമുള്ള പാപനിവാരണ സ്ഥാനം ഉണ്ടാക്കണം. അതിനുശേഷം പാപനിവാരണ സ്ഥാനത്തിൻ്റെ 2 അറ്റത്തും അടിപ്പ് പണിയായി തങ്കം കൊണ്ട് 2 കേരുബുകൾ നിർമ്മിക്കണം. ഒരു കേരുബ് ഒരറ്റത്തും മറ്റേ കേരുബ് മറ്റേ അറ്റത്തും. ഇങ്ങനെ കേരുബുകളെ പാപനിവാരണ സ്ഥാനത്തിൻ്റെ 2 അറ്റത്തും അതിൽ നിന്ന് തന്നെ ഉള്ളതായി യോജിപ്പിക്കണം. കേരുബുകൾ മുകളിലേക്ക് ചിറക് വിടർത്തി ചിറക് കൊണ്ട് പാപനിവാരണ സ്ഥാനത്തെ മൂടണം. അവ പരസ്പരം അഭിമുഖമായിരിക്കണം. കേരുബുകളുടെ മുഖം പാപനിവാരണ സ്ഥാനത്തിന് നേരെ ആയിരിക്കണം. പാപനിവാരണ സ്ഥാനം പേടകത്തിന്റെ മുകളിൽ വയ്ക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടിയുടെ പലക പേടകത്തിന്റെ ഉള്ളിൽ വയ്ക്കണം. അവിടെ പാപനിവാരണ സ്ഥാനത്തിന് മുകളിൽ ഉടമ്പടിയുടെ പേടകത്തിന് മീതെയുള്ള 2 കേരുബുകൾക്ക് മധ്യേ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ഇസ്രായേലിയർക്കുള്ള കൽപ്പനകളെല്ലാം നിന്നോട് അരുളി ചെയ്യും.